അപ്പോൾ ഇതിനകത്തുള്ള ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ ബോർഡാണ്. ഒരു 95% ടെക്നീഷ്യന്മാർക്കും തലവേദന ഉണ്ടാക്കുന്ന തരം ഒരു സർക്യൂട്ടാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെയുള്ള സിസ്റ്റത്തിനകത്ത് വരുന്ന ആംപ്ലിഫയറിൻ്റെ ബോർഡ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ആംപ്ലിഫയർ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിനകത്ത് സബ് ഔട്ട്പുട്ട് കേൾക്കുന്നില്ല, അതായത് സബ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സബ് വൂഫറിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നറിയാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എൻ്റെ സബ് വൂഫറിൽ കൊടുത്തപ്പോൾ ഇവിടുന്ന് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അവരുടെ സബ് വൂഫറിൻ്റെ കുഴപ്പമില്ലാന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ചെക്ക് ചെയ്യുക, ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കുക. വളരെ നിസ്സാരമായിരിക്കാം, ചിലപ്പോൾ മാരകമായിരിക്കാം. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ആംപ്ലിഫയർ തുറന്നു നോക്കുക. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചാണ്. അതായത് ഇലക്ട്രോണിക്സ് ഒക്കെ ചെക്ക് ചെയ്ത് പഠിച്ച് വരുന്ന ആളുകളുണ്ടല്ലോ, ഇലക്ട്രോണിക്സ് സർക്യൂട്ടുകൾ, ആംപ്ലിഫയർ, TV അങ്ങനെയൊക്കെ പഠിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഉദ്ദേശിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് 2 സെക്കൻഡ് 3 സെക്കൻഡ് കൊണ്ട് ഇത് അവരെ ലൊക്കേറ്റ് ചെയ്യും. ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറയല്ല, ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലാവും എവിടെയായിരിക്കും ഫോൾട്ട്, ഏകദേശം. ബാക്കി നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കൺഫേം ആവും. അപ്പോൾ അത് നമ്മൾ ആദ്യം തുറന്നു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇത് തുറക്കുക. അപ്പോൾ ഇത് പഴയ വുഡ് കൊണ്ട് ഉണ്ടാക്കിയ പഴയ മോഡൽ ആംപ്ലിഫയർ ആണ്, ഇപ്പോഴത്തെ ടൈപ്പല്ല. അയ്യോ, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആംപ്ലിഫയർ ഉണ്ടാക്കരുത്. ആരുണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ ടൈറ്റാക്കി ഉണ്ടാക്കരുത്. അപ്പോൾ ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ഒന്ന് നോക്കിയാൽ, ഇതാണ് ആംപ്ലിഫയർ എന്ന് പറയാം. അതായത് ശരിക്കും ഒരു പെട്ടിക്കകത്ത് കുറച്ച് പാർട്സ് എടുത്തിട്ട പോലെ നമ്മൾ ഈ സ്പെയർ കടയിൽ അല്ലെങ്കിൽ നമ്മളെ സാധനങ്ങൾ സ്പെയർ കൂട്ടിയിടൂലേ, അപ്പോൾ അതുപോലുള്ള സംഭവം ഏകദേശം ഒറ്റ കാഴ്ചയിൽ കുറച്ച് ട്രാൻസ്ഫോമർ, കുറച്ച് ബോർഡ്, കുറച്ച് വയറൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുക. അതായത് ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ സംഗതി ഇപ്പോൾ ഓണാണ്. അപ്പോൾ നമ്മളെ സബ് വൂഫർ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഉണ്ടോ, ഇപ്പോൾ ചാനൽ പ്ലേ ആവുന്നുണ്ട്. ഇത് സബ് വൂഫറിൻ്റെ ചാനലാണ്, അതായത് നമ്മളെ ഈ വലത് ഭാഗത്തുള്ളതാണ് സബ് വൂഫർ. അപ്പോൾ അത് പ്ലേ ആവുന്നില്ല. നോക്കുമ്പോൾ ഇപ്പോൾ ഫുൾ വോളിയത്തിലൊന്നും പ്ലേ ആവുന്നില്ല. ഇവിടെ പിന്നെ തൊടുമ്പോൾ ഒന്നും സൗണ്ടൊന്നുമില്ല. അപ്പോൾ ഒരു കാൽഭാഗം മോളിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ലെവലിലാണ് നമ്മളിത് ചെക്ക് ചെയ്യാൻ പോകണം. ഇതാ ഫ്രണ്ട് ചാനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ് വൂഫറിനകത്ത് സബ് വൂഫർ 12 ഇഞ്ച് JBL കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ച് വരുന്നവർക്കും കൂടിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഒബ്സർവേഷൻ ശരിക്കും നന്നാക്കി ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. നിങ്ങളൊരു തുടക്കക്കാരനാണ്, നിങ്ങൾ ആദ്യമായിട്ട് ഈ ആംപ്ലിഫയർ അയക്കുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആംപ്ലിഫയർ ഇതിന് മുമ്പ് ചെക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ആദ്യം ഈ ആംപ്ലിഫയർ എങ്ങനെ ചെയ്തിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഇതിലിവിടെ ട്രാൻസ്ഫോമർ, മെയിൻ ട്രാൻസ്ഫോമർ ഇവിടെ കാണാം. അതായത് ഇതിൻ്റെ പവർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുള്ളത്, അതിലേക്കുള്ള റെക്ടിഫയർ, ഫിൽറ്റർ കാര്യങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ റിമോട്ട് കിറ്റ് ഇത് പിന്നീട് ചെയ്ത് ഉപയോഗിച്ചാണ്. അതായത് ഇത് മുമ്പ് പണ്ട് കാലത്ത് ചെയ്ത് അവർ പറഞ്ഞത് ഇത് സാധാരണ ഒരു അനലോഗ് ആംപ്ലിഫയർ ആയിരുന്നു, പിന്നീട് ഇത് റിമോട്ട് ചെയ്തതാണ്. അപ്പോൾ അത് അങ്ങനെ മനസ്സിലായി. പിന്നെ ഇത് ചാനൽ സ്പീക്കേഴ്സിന് നമുക്ക് 2030 ബോർഡ് ഉണ്ട്. ഇവിടെ കാണുന്നതാണ് നമ്മളെ സബ് വൂഫറിൻ്റെ ബോർഡ്. ഫോർ മോസ്ഫെറ്റ് ബോർഡാണ് ആ കാണുന്നത്. ഇത് ഒരു ഗെയിൻ ബോർഡാണ്, ഇതൊരു ഫിൽട്ടർ ബോർഡാണ്. ഇങ്ങനെയുള്ളത് ഒബ്സർവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മളെ പാനൽ ബോർഡ്, USB പാനലിനുള്ള റെഗുലേറ്റർ ആയിരിക്കാം. എക്സ്റ്റേണൽ വേറെ എവിടെയും ആ 5 വോൾട്ട് വെച്ച് കാണുന്നില്ല, അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. ഇവിടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഉണ്ട്. ഇതാ ഇവിടെ ഒരു എക്സ്ട്രാ ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാണെന്നുള്ളത് ശരിക്കും നമ്മൾക്കിപ്പോൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ ആംപ്ലിഫയർ അയച്ച് കാണുമ്പോൾ നമ്മളൊറ്റ അടിക്കുന്നത് മനസ്സിലാവില്ല. ഇത് നമ്മുടെ സബ് വൂഫറിനും ചാനലിനുള്ള ട്രാൻസ്ഫോമറാണെന്ന് നമുക്കറിയാം. ഈ റെക്ടിഫയർ ചാനലിനുള്ളതായിരിക്കാം, ഈ റെക്ടിഫയർ സബ് വൂഫറിനുള്ളതായിരിക്കാം. ഇതൊക്കെ നമ്മൾ എത്ര കാലം കൊണ്ട് മനസ്സിലാക്കിയെടുക്കും. ഇത് ചിലപ്പം ഈ റിമോട്ട് ഹീറ്റിന് വേണ്ടി ചെയ്തായിരിക്കാം. പിന്നെ ഒരു ബേസ്റ്റബിൾ ടോൺ കൺട്രോൾ ബോഡി ബാത്ത് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഇതിൽ ഈ ലെവലിൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ സബ് വൂഫർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ്. സബ് വൂഫർ ഓക്കെ ആണ്, ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന സബ് വൂഫർ ഓക്കെ ആണ്. അപ്പോൾ ആംപ്ലിഫയറിൽ നിന്ന് സൗണ്ട് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ എവിടെ ചെക്ക് ചെയ്ത് തുടങ്ങണം? അപ്പോൾ നിങ്ങളാണെങ്കിൽ എവിടെ ചെക്ക് ചെയ്ത് തുടങ്ങും? നിങ്ങളൊന്ന് പറയാം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ചില രീതികൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ആംപ്ലിഫയർ ഡയറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. അതായത് സബ് വൂഫറിൻ്റെ ഔട്ടിലേക്കുള്ള ഈ ആംപ്ലിഫയർ ബോർഡ് വർക്കിംഗ് ആണോ എന്ന് ആദ്യം നോക്കും. അതായത് യഥാർത്ഥ ചെക്കിംഗ് രീതി അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. അതായത് നമ്മുടെ സബ് വൂഫറിൻ്റെ മെയിൻ ബോർഡ് ഏതാണ്, ഔട്ട്പുട്ട് ബോർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ ഇൻപുട്ടാണ് ഈ കാണുന്ന ഈ വയർ. ഈ വയർ വരുന്നത് ട്രേസ് ചെയ്ത് പോയാൽ, ഇപ്പോൾ ഈ വയർ കൂടി ട്രേസ് ചെയ്ത് പോയാൽ നമ്മൾ കാണുന്നത് ഈ വയർ നേരിട്ട് ഈ ഫിൽട്ടർ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലേക്കാണ് പോകുന്നത്. ആ ഫിൽട്ടർ ബോർഡിലേക്ക് വരുന്നത് ഇതിൻ്റെ അടിയിൽ കൂടി മറ്റ് ലൈനുകൾ വരുന്നത് നമ്മൾ ഈ വോളിയം കൺട്രോൾ ചെയ്യുന്നത്, സബ് വൂഫറിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യുന്ന ഉള്ള ഒരു ലൈനാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻപുട്ട് ലൈന് ഈ ബോർഡിലേക്ക് കയറുന്ന ഈ ഭാഗത്ത് നമ്മൾ ഒരു ചെറിയ സിഗ്നൽ എന്തെങ്കിലും കൊടുത്ത് നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽ ജനറേറ്ററോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പഠിക്കുന്ന ഒരു നിയമപ്രകാരം ശരിക്കും ഒരു സിഗ്നലാണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത് നോക്കേണ്ടത്.
അപ്പോൾ അതിന് പകരം നമ്മൾ വിരലോൺ ടച്ച് ചെയ്ത് നോക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിമ്പിൾ ചെക്കിങ് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഒറ്റയടിക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഇൻപുട്ടിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ടച്ച് ചെയ്യാന്ന് പറയുന്നത് ഈ ഇൻപുട്ട് ലൈൻ ഇതാണ്. ഒരു സൗണ്ട് നിങ്ങൾ കേട്ടോ, അതായത് സബിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ അത് ഇനി ഇങ്ങനെ ഏതെങ്കിലും ചെറിയ ട്വീസറോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ കൊണ്ടോ ടച്ച് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ലൈന് ട്രേസ് ചെയ്ത് പോയത് നമ്മൾ ഈ സബ്വൂഫർ ഫിൽട്ടർ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലാണ് അതിൻ്റെ മറ്റേ എൻഡ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതൊന്ന് കൺഫേം ആക്കാൻ അതിൻ്റെ ഇൻപുട്ടിലോ എങ്ങനെയാണ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ മനസ്സിലാക്കാൻ നമ്മളവിടെ ആ ഫിൽട്ടർ ബോർഡ് അയച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ കഴിയുന്നതും ഇത് ഓഫ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. അതായത് എപ്പോഴും നമ്മൾ ഡിവൈസ് ഓഫ് ചെയ്തിട്ട് വേണം സ്ക്രൂ അയക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അത് നിങ്ങൾക്ക് കുറച്ച് പരിചയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പരമാവധി സ്ക്രൂ സ്വിച്ചുകൾ ഓഫ് ചെയ്ത് പവർ സോഴ്സൊക്കെ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതിനുള്ളിൽ കൈയിടുക. ഞാനിപ്പോൾ ഈ സബ്വൂഫർ ബോർഡ് പിടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് യാതൊരുവിധ ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഒന്നുകിൽ ഈ സബ്വൂഫറിലേക്ക് പവർ സപ്ലൈ വരുന്നില്ല, അല്ലെങ്കിൽ ഈ സബ്വൂഫറിലേക്കുള്ള ഔട്ട്പുട്ട്, അതായത് ഈ സബ്വൂഫറിലേക്കുള്ള ഇൻപുട്ട്, ഇതിപ്പോൾ ഔട്ട്പുട്ട് സെക്ഷനാണ്. അപ്പോൾ ടച്ച് ചെയ്തപ്പോൾ ഒരു സൗണ്ട് കണ്ടോ. അപ്പോൾ ഈ ലൈന് ഓക്കെയാണ്, ഔട്ട്പുട്ട് വരെ ഓക്കെയാണ്. ഈ ഇൻപുട്ട് ലൈൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇൻപുട്ടിലായിരിക്കുമോ പവർ സപ്ലൈ ആയിരിക്കുമോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് അടുത്ത പണി. അപ്പോൾ ആ വോൾട്ടേജുകൾ ചെക്ക് ചെയ്യാൻ നമുക്ക് ശരിക്കും നമ്മളെ ഡിവൈസ് ഓൺ ആക്കിയിട്ട് വേണം ചെക്ക് ചെയ്യാൻ. അപ്പോൾ വളരെ സേഫായിട്ട് തന്നെ കൈയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും കൂടി ഉദ്ദേശിച്ചിട്ടാണ് അത്രയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. മൾട്ടിമീറ്റർ നമ്മൾ 20 വോൾട്ട് DC ഇട്ടിട്ട് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇതിലേക്ക് ഒരു 18 വോൾട്ട് വരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതല്ല നമ്മൾ സബ്വൂഫറിൻ്റെ ബോർഡിലേക്കുള്ള പവർ നേരിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ 27 വോൾട്ടോളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ റേഞ്ച് കൂട്ടിയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇപ്പോൾ സെൻറ്ററിൽ ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ -17 വോൾട്ട് വന്നു, അവിടെ +17 വോൾട്ടും വന്നു. അപ്പോൾ ഇതിലേക്കുള്ള സപ്ലൈ ഓക്കെയാണ്, ഇതിലേക്കുള്ള ഇൻപുട്ട് ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. കാരണം മറ്റേ സെക്ഷൻ വർക്ക് ചെയ്യുന്ന സൗണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് കേൾക്കാം. അപ്പോൾ ഈ ഫിൽട്ടർ ബോർഡ് തന്നെ ആയിരിക്കാം കുഴപ്പം. അപ്പോൾ ഇതിലേക്ക് ഇൻപുട്ട് വരുന്നുണ്ടോ, ഇൻപുട്ട് കറക്റ്റായിട്ട് ഇവിടെ എത്തുന്നുണ്ടോ എന്ന് അറിയാനുള്ള സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. നമ്മളിവിടെ ഈ ഇൻപുട്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ ഒരു വയർ എടുത്തിട്ട് നമ്മൾ നേരെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മൾ ആ മ്യൂസിക് ഒന്ന് സൗണ്ട് കൂട്ടിയിട്ടുണ്ട്. കേട്ടോ, ഇപ്പോൾ സൗണ്ടില്ല. അപ്പോൾ ഇൻപുട്ട് ഇവിടെ വരുന്നുണ്ട്, പവർ സപ്ലൈ ഓക്കെ ആണ്. പക്ഷേ ഔട്ട്പുട്ട് നമ്മൾ ബോർഡിലേക്ക് കൂടെ കയറുന്നില്ല, ഔട്ട്പുട്ട് നമ്മളെ ബോർഡിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ IC പോയതായിരിക്കാം കാരണം. അപ്പോൾ ഈ സബ്വൂഫർ ഫിൽട്ടർ ബോർഡ് നന്നാക്കുക അല്ലെങ്കിൽ മാറ്റിയിടുക, അതാണ് അതിന് ആദ്യം എല്ലാവരും ചെയ്യുന്ന പരിപാടി. അപ്പോൾ അതിൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ആ സംഭവം ഉണ്ടല്ലോ, നമ്മളെ നിരീക്ഷണം, നമ്മൾ എത്രത്തോളം അത് സൂക്ഷിച്ച് ചെക്ക് ചെയ്യുന്നു നോക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. നമുക്ക് ഇതിനകത്തുള്ള IC മാറ്റിയിടാം. അപ്പോൾ IC മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ എന്താ സംഭവം, IC ആണോ കാരണം എന്നുള്ളത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അതിൽ ക്ലിയർ ആയാലും ഓക്കെ. അതല്ല അവിടെ ഏതെങ്കിലും റെസ്റ്ററോ വാല്യൂ എന്തെങ്കിലും പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡ്രൈ സംഭവിച്ചിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ല. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഈ ബോർഡിന് ഇവിടെ നോക്കുമ്പോൾ യാതൊരു വിധ ഫോൾട്ടും കത്തിയതോ കരിഞ്ഞതോ ഒന്നും കാണുന്നില്ല, നല്ല നീറ്റ് ബോർഡാണ്. പക്ഷേ നമ്മളിവിടെ തിരിച്ച് നോക്കിയാൽ, നമുക്കിവിടെ ഒന്ന് നല്ലപോലെ നോക്കിയാൽ നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിരീക്ഷണം എന്ന് ഉദ്ദേശിച്ചത് ശരിക്കും ആ ബോർഡിൽ ആ ഡ്രൈ ഉണ്ടോ, ഏതെങ്കിലും വയർ കട്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻ്റ് കട്ടായിട്ടുണ്ടോ, അതായത് സ്പാർക്ക് ചെയ്ത് കട്ടായിട്ടുണ്ടോ, അതൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കണ്ട ഒരു സംഭവമാണ്, ഇവിടെ എന്തോ കാരണം കൊണ്ടായിരിക്കാം ഇവിടെ ആദ്യം എന്തോ ഡിസ്കണക്ട് ചെയ്തിട്ടൊരവസ്ഥയുള്ളത്. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്താൽ വരേണ്ടതാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ഔട്ട്പുട്ട്. ഇപ്പോഴോ അത് ശരിക്കും അവിടെ ലെഡ് ഉണ്ട്, പക്ഷേ നമുക്കവിടെ കറക്റ്റല്ല. എന്തോ ഒരു കാര്യത്തിന് ഇതിന് മുമ്പ് ഇവിടുന്ന് സർവീസ് ചെയ്തപ്പോഴോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇത് വിടുത്തിയിട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ഡ്രൈ ആയി കിടക്കുന്നതായിരിക്കാം. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടത്തേക്ക് ലെഡ് ഓരോ അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് ഡ്രൈ ആയതായിരിക്കാം. ഇവിടെ ഒരു ഡ്രൈ കാണുന്നുണ്ട് ഈ പോയിന്റിൽ. ഇപ്പോൾ ഇതിൽ ഈ ഫിൽട്ടർ ബോർഡ് മാറ്റിയിട്ടാണെങ്കിൽ നമുക്ക് സൗണ്ട് വന്നേനെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആരും വിചാരിക്കും ഈ ഫിൽട്ടർ ബോർഡ് കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ മാറ്റിയിട്ടപ്പോൾ ഫിൽട്ടർ ബോർഡ് മാറ്റിയപ്പോൾ സംഭവം കംപ്ലൈൻറ്റ് ക്ലിയറായി, സബ്വൂഫർ വർക്ക് ചെയ്തു, ഈ ഫിൽട്ടർ ബോർഡ് വാങ്ങും. പക്ഷേ ഈ ഫിൽട്ടർ ബോർഡിന് ഒരു കുഴപ്പമില്ല, ഇവിടെയാണ് കുഴപ്പം. അപ്പോൾ ഞാനത് സോൾഡർ ചെയ്തിട്ട് നമുക്കൊന്ന് സൗണ്ടിൽ ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതാണ് ആ പോയിൻ്റ്. നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ പവറൊക്കെ ഓഫ് ചെയ്യുക. എന്തെങ്കിലും കാരണം കൊണ്ട് സ്പാർക്കിങ്ങോ ആർക്കിങ്ങോ വന്ന് നമ്മൾ ബാക്കിയുള്ളതും കൂടി അടിച്ചു പോകാതിരിക്കാൻ നമ്മൾ കറക്റ്റായിട്ട് പവറൊക്കെ ഓഫ് ചെയ്ത് ശ്രദ്ധിച്ചിട്ട് വേണം ഈ സർവീസിങ് ചെയ്യാൻ. നമ്മൾ ഡ്രൈ തോന്നുന്ന ഏരിയകളിലൊക്കെ നമ്മൾ സോൾഡർ ചെയ്ത് ക്ലിയർ ചെയ്യുക. അത് ആ ഡ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാ പോയിൻറ്റുകളും നോക്കി ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ പ്രശ്നം മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓണാക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് സബ്വൂഫർ വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഓൺ ചെയ്തു. നെക്സ്റ്റ് പാട്ട് നോക്കാം. സൗണ്ട് കൂട്ടിയാൽ അപ്പം നമ്മുടെ സബ്വൂഫർ ലൈന് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ സബ്വൂഫർ ഫിൽറ്റർ മാറ്റാതെയോ IC മാറ്റാതെയോ ഒരുപാട് പണിയെടുക്കാതെയോ നമുക്കത് ചെക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇതിനകത്ത് സബ്വൂഫറിൻ്റെ മെയിൻ ബോർഡ് വർക്കിംഗ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ ആദ്യം നോക്കിയത് അതാണ്. രണ്ടാമത് നമ്മൾ അതിൻ്റെ ലൈന് ട്രേസ് ചെയ്തു. അതായത് ഇതിൻ്റെ വോളിയം കൺട്രോളിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടോ നോക്കി. അപ്പോൾ ഔട്ട്പുട്ട് അവിടുന്ന് സപ്ലൈ അങ്ങോട്ട് കൊടുത്തിട്ട് വരുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഹമ്മ് വരും. ആ ഹമ്മ് കേട്ടില്ല. അപ്പോൾ അത് ആ സെക്ഷനിലേക്കുള്ള ഒരു ലൈൻ ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ആ ടച്ച് ചെയ്ത് ആ സൗണ്ട് വരണം. അത് വരാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ അതായത് നമ്മൾ ഈ സബ്വൂഫർ ലൈനിൻ്റെ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്കുള്ള ലൈന് ട്രേസ് ചെയ്ത് നമ്മളിവിടെ എത്തി. നമ്മളിവിടെ നോക്കിയപ്പോൾ സബ്വൂഫർ ഔട്ട് വർക്കിംഗ് ആണ്. അതേസമയം നമ്മൾ ഇൻപുട്ടിൽ നേരത്തെ ടച്ച് ചെയ്തപ്പം വർക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ വോളിയം കൂട്ടിയാൽ കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇങ്ങനെ പിടിച്ചപ്പോൾ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ സബ്വൂഫർ ഫിൽറ്ററിനായിരിക്കാം കുഴപ്പം. അപ്പോൾ ഇവിടെ സപ്ലൈ ഇല്ലാത്തയാണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തു. അപ്പോൾ അവിടെ -17 അതായത് 18 വോൾട്ടോളം സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ ആ സപ്ലൈ വരുന്നതുകൊണ്ട് ഈ ബോർഡിൽ IC ആയിരിക്കാം, ഏതെങ്കിലും പോയതായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ട് പോയതായിരിക്കാം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു, മനസ്സിലാക്കി. അതിന് ശേഷം ഇൻപുട്ട് വരുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ലൈൻ വെച്ചിട്ട് ഔട്ട്പുട്ടിലേക്ക് ചെക്ക് ചെയ്തു. ഷോർട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ഇൻപുട്ട് ഓക്കെ ആണ്, ഇതിലൂടെ സൗണ്ട് സബ്വൂഫർ കൂടി കേട്ടു. അപ്പോൾ എന്തായി, ഇൻപുട്ട് ഓക്കെ, പവർ സപ്ലൈ ഓക്കെ, ഔട്ട്പുട്ട് ഓക്കെ. അപ്പോൾ ഈ ഏരിയയിൽ IC ആയിരിക്കാം, ഈ ബോർഡിൽ എന്തെങ്കിലും സ്പെയർ ആയിരിക്കാം, ഫിൽറ്റർ അതായത് ഇത് സർക്യൂട്ടിൽ ഏതെങ്കിലും പ്രിൻറ്റ് കട്ടായതായിരിക്കാം, ഡ്രൈ ആയിരിക്കാം, സ്പെയർ ഏതെങ്കിലും പോയതായിരിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നന്നാക്കി ഒന്ന് ചെക്ക് ചെയ്ത് നിരീക്ഷിച്ചപ്പോൾ ഇവിടെ ഒരു ഡ്രൈ കാണാനുണ്ടായി. ആ ഡ്രൈ സോൾഡർ ചെയ്തപ്പോൾ നമ്മളെ പ്രശ്നം മാറി. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന രീതി വളരെ സിമ്പിളസ്റ്റ് കംപ്ലൈൻ്റ് ആണ്. പക്ഷേ ഈ ഒരു ചിലവ് ചെയ്യാതെ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റി. അത് നമ്മളെ നിരീക്ഷണം കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിച്ച് അത് ചെക്ക് ചെയ്ത്, അതായത് നോക്കി ചെക്ക് ചെയ്ത് നമ്മൾ കാഴ്ചയിൽ എന്തെല്ലാം അവിടെ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അത് ആ ഡ്രൈ കണ്ടതും നമുക്ക് ഈ ബോർഡ് മാറ്റാതെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റിയതും. അപ്പോൾ ഈ രീതിയിൽ ഒരു വളരെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട്, അതായത് അധികം മെനക്കെടില്ലാതെ, സമയമെടുക്കാതെ, പൈസ അധികം ചിലവാക്കാതെ നമുക്ക് ഒരു ചെക്ക് ചെയ്തെടുക്കാം, ഒരു ഫോൾട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു രീതിയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഈ ഒരു തരം ആംപ്ലിഫയർ ആകുമോ, ഒരുപാട് ബോർഡ് വെച്ച് അസംബിൾ ചെയ്ത ആംപ്ലിഫയർ ആകുമോ, ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതേസമയം ഇതൊരു അസംബിൾഡ് ബോർഡാണ്, ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിനകത്തുള്ള ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ ബോർഡാണ്. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കാനുള്ള ആ ഒരു പണി എന്തായിരിക്കും, ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് കാണിച്ചു തരാം. ഈ തരം ആംപ്ലിഫയർ ആകുമോ നിങ്ങളതെങ്ങനെ ചെക്ക് ചെയ്യും? ഇത് സ്റ്റീരിയോ സാധാരണ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനലാണ്. അപ്പോൾ ഈ ഒരു ബോർഡിലോ അല്ല അതിൻ്റെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ബോർഡിലോ നമ്മുടെ പവർ ബോർഡിലോ അതിൻ്റെ ഫ്രണ്ട് പാനലിലുള്ള വലിയ ബോർഡ് നോക്കുക. അപ്പോൾ അതിലൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ ചെക്ക് ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യുക എങ്ങനെയാണ്. ഇതുപോലെ ഒരു സബ്വൂഫറിൻ്റെ ഹോം തിയേറ്ററിൻ്റെ അകത്ത് വരുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് എന്ന് പറയുന്നത് വളരെ വെറൈറ്റി ബോർഡാണ്. അതായത് SMD ക്ലാസ് D ടൈപ്പ് ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് നോക്കുക. ഈ ബോർഡിൽ അതായത് ഈ ബോർഡിൽ ശരിക്കും 6 ചാനലാണ്, 5.1 ആണ്. ഈ ബോർഡിൽ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്ത പോലെയാണോ ഇതിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതൊരു ചോദ്യമാണ്. അടുത്ത കാണിച്ചു തരാം. ഒരു 95% ടെക്നീഷ്യന്മാർക്കും തലവേദന ഉണ്ടാക്കുന്ന തരം ഒരു സർക്യൂട്ടാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെയുള്ള സിസ്റ്റത്തിനകത്ത് വരുന്ന ആംപ്ലിഫയറിൻ്റെ ബോർഡ്. അപ്പോൾ ഈ ബോർഡ് ചെക്ക് ചെയ്യുന്നതോ ലൊക്കേറ്റ് ചെയ്യുന്നതോ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ലൊക്കേറ്റിംഗ്, ഇങ്ങനെയുള്ള ഫോൾട്ട് ഫൈൻഡിങ്, അതായത് ഇത്തരം
സർവീസുകൾ ചെയ്യാൻ, അതായത് നിങ്ങളിപ്പോൾ ഒരു ടെക്നീഷ്യനാണ്, ഒരു സീനിയർ ടെക്നീഷ്യൻ അല്ല, നിങ്ങളിപ്പോൾ ചെറുപ്പമാണ്, പഠിച്ച് വരികയാണ്, നിങ്ങൾ ഈ ഫീൽഡിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾക്ക് ചെക്കിങ് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ചെക്കിങ് പഠിക്കാൻ ഒരു ITI കോഴ്സ് പോയോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ നമ്മളെ പോലെ ഏതെങ്കിലും ചെയ്യുന്ന വീഡിയോസ് കണ്ട് ചെക്ക് ചെയ്ത് പഠിച്ചോ? അത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ചെക്ക് ചെയ്യുക? നിങ്ങളതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എവിടെ ലൊക്കേറ്റ് ചെയ്യും, എവിടെ സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ ചെക്കിങ്? അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുണ്ടോ? അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ നമുക്ക് ചൊവ്വാഴ്ചയുടെ ഇടയ്ക്ക് വരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പോലെയാണ് അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുക. അതായത് ആ വീഡിയോ എനിക്ക് എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത് നിങ്ങളുടെ ആവശ്യം പോലെ ഉണ്ടാവും. ഇല്ലാച്ചാൽ ജസ്റ്റ് ഒരു നോർമൽ കാഷ്വൽ ചെക്കിങ് മാത്രമായി പോകും ആ വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽസ് അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ, ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു അവസ്ഥ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് ആണോ നിങ്ങൾ നടത്തിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരം വ്യത്യസ്തമായ ടെസ്റ്റ് ആണോ നടത്തിയത്? അത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.